Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ പുട്ടിനൊപ്പം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു പയർ കറിയുടെ റെസിപ്പിയാണ്. പുട്ടിനൊപ്പം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറുപയർ കറിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് ഒരു 125 ഗ്രാം ചെറുപയറാണ്. അരക്കപ്പ് മെഷറിംഗ് കപ്പിൽ എടുക്കുകയാണെങ്കിൽ അരക്കപ്പ് ചെറുപയർ കഴുകി വെച്ചേക്കുന്നതാണ്. ഇത് ഞാൻ സോക്ക് ചെയ്തിട്ടില്ല, സോക്ക് ചെയ്ത് ഡയറക്റ്റാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, അതേപോലെ ഒരു ചുവന്നുള്ളി ഒന്ന് ചതച്ച് വെച്ചിടാം. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് പയറിനൊപ്പം ചേർക്കാം. അതുപോലെ ഒരു 3-4 കറിവേപ്പില, പയർ വേവാൻ കണക്കാക്കി വെള്ളം ചേർക്കാം. ഇത് ഒരു കറി പോലെ നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം ഞാൻ കൂടുതൽ 1.5 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. അരക്കപ്പിന് കൂടുതൽ ചാറ് വേണമെങ്കിൽ നമ്മൾ പിന്നീട് ആ വെള്ളം കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ തന്നെ ഉപ്പും കൂടെ ചേർക്കാം. കുറച്ച് 1/8 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1/8 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു 4-5 വിസിൽ വരെ വരുന്നവരെ നമ്മൾ കുക്ക് ചെയ്തു. അതിനുശേഷം ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു ചെക്ക് ചെയ്യാം. നമുക്ക് വേണ്ടത് നന്നായിട്ട് വെന്ത പയറാണ്. ഉടഞ്ഞു പോയാലും നല്ലതാണ്. കണ്ട നന്നായിട്ട് വെന്ത് നല്ലൊരു പരുവത്തിലായി. ഇപ്പം ഗ്രേവി കുറവാണ്, കുറച്ചും കൂടെ നമ്മൾ വെള്ളം ചേർക്കേണ്ടി വരും. ഇത് മാറ്റി വെക്കാം. ഇനി കറി ഉണ്ടാക്കാനായിട്ട് ഒരു കടായി ചൂടാക്കാം. ഈ കടായിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം. കോക്കനട്ട് ഓയിലാണ്, വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാനായിട്ടുണ്ട്. ഞാൻ ഒരു 15 അല്ലിയോളം ചുവന്നുള്ളി, ഒരു 6 അല്ലി വെളുത്തുള്ളി, വറ്റൽമുളക് ഒരെണ്ണം. ഇതിലേക്ക് കുരുമുളക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇടാം. ഞാൻ കുരുമുളക് പൊടി ലാസ്റ്റാണ് ചേർക്കുന്നത്. ഇത്രയും ചേർത്തൊന്ന് ചതച്ചെടുക്കാം. അതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ചൂടായ എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന മിക്സറിനകത്തേക്ക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ചൊരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി വേവിച്ച് വെച്ചേക്കുന്ന പയർ കൂടാതെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കുക. എപ്പോഴും ഓർക്കുക, നമ്മൾ ചൂടോടെ സെർവ് ചെയ്യുമ്പം നമുക്ക് എത്ര അയവ് വേണോ അത് കണക്കാക്കി എടുക്കുക. എത്ര തിക്നെസ് നമുക്ക് വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക. ചൂടാറുമ്പോൾ എപ്പോഴും തിക്കായി വരും. അപ്പം അത് കണക്കാക്കി വേണം എടുക്കാനായിട്ട്. ഞാൻ ഏകദേശം 1 കപ്പോളം വെള്ളം ചേർത്തു. ഇത് മതിയാവും. ഇനി ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പിടാം. ഇപ്പോൾ ആവശ്യത്തിന് ഒരു അയവായിട്ടുണ്ട്. ഇതിലേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂൺ, ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഫുള്ള് എടുത്തിട്ടില്ല. പിന്നെ ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. നല്ലൊരു തിള വന്ന ശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
നമ്മൾ ഇന്ന് കാണിച്ചേക്കുന്ന ഈ റെസിപ്പി 4 പേർക്ക് സെർവ് ചെയ്യാവുന്നൊരു ക്വാണ്ടിറ്റിയാണ് ഈ ചെറുപയർ കറി. ഇത് ചോറിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.